ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ഒരു ഹയർ കേസിലുള്ള ഒരു സ്പേസ് കൺസിഡർ ചെയ്യണം. ഐ കൊണ്ട് ക്ലോസിൻ്റെ എ ബി സി ഓഫ് ഐ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ സി ഓഫ് ഐ ക്രോസ് ഐ. സാധാരണ സി ഓഫ് ക്ലോസിൻ്റെ എ ബിയാണ് പഠിച്ചത്. ഇവിടെ സി ഓഫ് ക്ലോസിൻ്റെ എ ബി ക്രോസ് ക്ലോസിൻ്റെ എ ബി ആണ്. അപ്പോൾ അതിനർത്ഥം ഐ ക്രോസ് ഐയിൽ നിന്നുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ് നമ്മളത് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതിലെ നോം നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടു നോം പോലെ തന്നെ ഡബിൾ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. നോം ഓഫ് എഫ് ടി ടോ ഈക്വൽ ടു, കാരണം രണ്ട് വേരിയബിൾ വരുന്നതാണ്. ഫസ്റ്റ് വേരിയബിളിനാണ് ടി കൊടുത്ത്, സെക്കൻഡ് വേരിയബിളിന് ടോയും, വിച്ച് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ഐ മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി ടോ സ്ക്വയർ ഇൻറ്റു ഡി ടി ഡി ടോ ഹോൾ റേസ് ടു 1/2. അവിടെ മോഡെന്ന് എടുക്കാനുള്ള റീസൺ, ഇന്ന പ്രൊഡക്റ്റിനുള്ളിൽ മോഡ് എടുക്കാനുള്ള കാരണം അത് കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ടാണ് എടുക്കുന്നത്. ഓക്കെ, മക്കളെ അതുപോലെ മക്കളെ അപ്പോൾ സി ഓഫ് ക്ലോസിനുള്ള എ ബി എന്ന് പറയുന്നത് എൽ ഓഫ് ക്ലോസിനുള്ള എ ബിയുടെ ഒരു സബ് സ്പേസ് ആയിരിക്കും. കൂടാതെ സി ഓഫ് ക്ലോസിനുള്ള എ ബി കംപ്ലീറ്റ് അല്ല, പക്ഷേ അതിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് എൽ ഓഫ് ക്ലോസിനുള്ള എ ബി ആയിരിക്കും. ഇതേ കാര്യം തന്നെയാണ് നമുക്ക് ഈ പറയുന്ന എൽ ടു സി ഓഫ് ഐ സ്ക്വയറിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് എൽ ടു ഓഫ് ഐ സ്ക്വയർ ആയിരിക്കും. എൽ ടു ഓഫ് ഐ സ്ക്വയർ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ആൾ ഈക്വലൻസ് ക്ലാസ്സസ് ഓഫ് സ്ക്വയർ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ് ഇൻ ടു വേരിയബിൾസ് ആണ്. ഓക്കെ, ടു ഇൻറ്റഗ്രബിൾ എന്ന് പറയുന്നതിൻ്റെ വാക്ക് വേറെ സ്ക്വയർ ഇൻറ്റഗ്രബിൾ എന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ. അടുത്ത ഒരു സെക്ഷൻ പറയുന്നത് എന്താണ് ഓർത്തോഗണൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അതുപോലെ ഓർത്തോഗണൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ലെറ്റ് എൽ ബി എ ക്ലോസ് സബ്സ്പേസ് ഓഫ് എച്ച്. വി ഡിഫൈൻ എ പ്രൊജക്ഷൻ മാപ്പ് പി ഓഫ് എച്ച് ഓൺ ടു എൽ ആസ് ഫോളോസ്. ഒരു മാപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എൽ എന്ന് പറയുന്നത് എച്ചിൻ്റെ ഒരു ക്ലോസ് ഓഫ് സ്പേസ് ആണ്. എച്ച് നമ്മളെ ഗിവൺ ഹിൽബർട്ട് സ്പേസ് ആണ്. എൽ എന്ന് പറയുന്നത് ക്ലോസ് ഓഫ് സ്പേസ് ആണ്. ഈ എല്ലിൽ നിന്ന് എച്ചിൽ നിന്ന് എല്ലിലേക്ക് ഒരു മാപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ വൈ എക്സ് ഇസ് ഈക്വൽ ടു പി എൽ എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പി എൽ എക്സ് എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് എൽ ഓൺ ടു എൽ എന്ന് പറയുന്നതാണ്. ഓക്കെ, പ്രൊജക്ഷൻ ഓഫ് എച്ച് ഓൺ ടു എൽ, എച്ചിനെ എല്ലിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, അതാണ് പി എൽ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓർ പി ഓഫ് എക്സ് ഈക്വൽ ടു വൈ എക്സ് എന്നാണ്. അപ്പോൾ ഈ വൈ എന്നുള്ള വാല്യൂ എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. വൈ അറിയാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ എൽ ഒരു ക്ലോസ് സബ്സ്പേസ് ആവുന്നത് കൊണ്ട് നമുക്ക് ഈ വൈ എക്സ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നമുക്ക് ഒരു യുണീക്ക് പോയിൻ്റ്, എക്സിന് കറസ്പോണ്ടിങ് ഒരു യുണീക്ക് പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആ യുണീക്ക് പോയിൻ്റ് ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് റോ ഓഫ് എക്സ് എൽ എന്നാണ്. റോ ഓഫ് എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലിലെ എല്ലാ പോയിൻറ്റുമായിട്ട് എക്സിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുന്നു. അതിലെ ഇൻഫിമം ഡിസ്റ്റൻസിനെയാണ് റോ ഓഫ് എക്സ് എൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിൻ്റ് ആൻഡ് എ സെറ്റ്. ഇവിടെ എല്ലൊരു ക്ലോസ് സെറ്റ് കൂടിയാണ് ഇവിടെ. അപ്പോൾ അവിടെ ആ ക്ലോസ് സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഈ മിനിമം ഡിസ്റ്റൻസ് കിട്ടുക എന്നാണ് നമുക്ക് വേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓപ്പണിംഗ് റോൾ 0, 1 അതുപോലെ തന്നെ തൊട്ട് ലെഫ്റ്റിലുള്ള ഒരു -1 തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ -1 ഓപ്പണിംഗ് റോൾ 0 തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. പക്ഷേ അതൊരു പോയിന്റിൽ കിട്ടില്ല, കാരണം ആ കിട്ടുന്ന പോയിന്റ് ആക്ച്വലി 0 ആണ്. -1ഉം 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എപ്പോഴും എന്താവുന്നത് 1 ആവുന്നത്. അത് ഓപ്പണിംഗ് റോൾ 0 ഓപ്പൺ ആവുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പോയിന്റ് കിട്ടാത്തത്. പക്ഷേ ഇവിടെ എൽ ഒരു ക്ലോസ് ഓഫ് സ്പേസ് ആയതുകൊണ്ട് എല്ലിലെ ഒരു പോയിന്റ് വൈ എക്സ് എന്ന് പറഞ്ഞാൽ വൈയുടെ സഫിക്സിലാണ് എക്സ്, വൈ ഇൻറ്റു എക്സ് അല്ല, വൈയുടെ സഫിക്സിലായിരിക്കണം എക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ എല്ല് ക്ലോസ്ഡ് ആവുന്നതുകൊണ്ടാണ് ആ ഒരു ചാൻസ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം ഒരു പോയിന്റ് നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എച്ച് ഇസ് ഈക്വൽ ടു R2 യൂക്ലിഡിയൻ സ്പേസ് ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. അതിനകത്ത് ഇന്ന പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കും. ഇന്ന പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ ഈക്വൽ ടു സമേഷൻ ജെ ഈക്വൽ ടു 1 to x ഓഫ് ജെ. വൈ ഓഫ് ജെ കോൺജുഗേറ്റ് ഉണ്ട്, പക്ഷേ റിയൽ ആയതുകൊണ്ട് കോൺജുഗേറ്റിൻ്റെ ആവശ്യമില്ല. എൽ ഈസ് ദ എക്സ് ആക്സസ് ആണ് കൺസിഡർ ചെയ്തു. അപ്പോൾ എക്സ് ആക്സിൻ്റെ ഡയമെൻഷൻ 1 ആണ്, എച്ചിൻ്റെ ഡയമെൻഷൻ 2 ആണ്. അപ്പോൾ ക്ലോസ് സബ് സ്പേസ് ആണ് എൽ എന്ന് പറയുന്നത്. കാരണം ഫൈനൈറ്റ് ഡയമെൻഷൻ സ്പേസ് ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ഫ്രം R2 to L ഡിഫൈൻഡ് ബൈ പി ഓഫ് x1 x of 1 x of 2 ഈക്വൽ ടു പി ഓഫ് x of 1 0. അതായത് R2നെ എക്സ് ആക്സിസിലേക്ക് മാപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റോ ഓഫ് എക്സ് എൽ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ റോ ഓഫ് എക്സ് എൽ എന്ന് പറയുന്നത് ഇൻഫിം ഓഫ് നോം ഓഫ് എക്സ് മൈനസ് വൈ വിത്ത് വൈ എലമെൻറ്റ് ഓഫ് എൽ ആണ്. അതായത് എല്ലിലെ ഓരോ പോയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ഇൻഫിമം ഡിസ്റ്റൻസ്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫിമം ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റൂട്ട് ഓഫ് എക്സ് ഓഫ് 1 മൈനസ് വൈ ഓഫ് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ഓഫ് 2 മൈനസ് വൈ 0 ദ ഹോൾ സ്ക്വയർ വിത്ത് വൈ എലമെൻറ്റ് ഓഫ് എൽ. വൈ എലമെൻറ്റ് ഓഫ് എൽ എടുക്കുന്ന സമയത്ത് ഇവിടെ വൈയുടെ സെക്കൻഡ് കമ്പോണൻ്റൊക്കെ 0 ആയിരിക്കും നമുക്കറിയാം. ഓക്കെ,
ഇനി പി സ്ക്വയർ ഓഫ് എക്സ് ഓഫ് 1 എക്സ് ഓഫ് 2 ഈക്വൾ ടു പി ഓഫ് എക്സ് ഓഫ് 1 0. കാരണം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാപ്പിങ്ങിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എക്സ് ഓഫ് 1 0 ദിസ് ഈസ് ഈക്വൾ ടു പി ഓഫ് എക്സ് ഓഫ് 1 എക്സ് ഓഫ് 2 എന്ന് തന്നെ കിട്ടുന്നു. അതായത് പി സ്ക്വയർ ഈക്വൾ ടു പി ആയതുകൊണ്ട് പ്രൊജക്ഷൻ ആണ് പറയാം, അല്ലെങ്കിൽ ഐഡം പൊട്ടൻ്റ് എന്ന് പറയാം. അതിൻ്റെ റേഞ്ച് ഓഫ് പി എന്ന് പറയുന്നത് നമുക്ക് എല്ലാന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ കേണൽ ശരിക്കും വൈ ആക്സസ് ആയിരിക്കും. എക്സ് ആക്സസ് ആണ് ഇമേജ് എങ്കിൽ കേണൽ വൈ ആക്സസ് ആയിരുന്നു നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കേർ പി ഈക്വൾ ടു എമ്മും എൽ ഈക്വൾ ടു ആർ റേഞ്ച് ഓഫ് പി ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ സിംഗിൾട്ടൺ 0. അത് ഒറിജിൻ മാത്രമായിരിക്കും. കൂടാതെ അവർ പരസ്പരം ഓർത്തോഗോണൽ ടു ഈച്ച് അതർ ആയിരിക്കും. അപ്പോൾ ഈ പ്രൊജക്ഷൻ ഓർത്തോഗോണൽ ആവണമെങ്കിൽ, ഓർത്തോഗോണൽ പ്രൊജക്ഷൻ ആവണമെങ്കിൽ ആദ്യം പി സ്ക്വയർ ഈക്വൾ ടു പി ആയിരിക്കണം. റേഞ്ചും കേണലും തമ്മിൽ സിംഗിൾട്ടൺ 0യുടെ ഇൻ്റർസെക്ഷന് പറ്റുള്ളൂ. രണ്ടുപേരും തമ്മിൽ പെർപെൻഡിക്കുലറുമായിരിക്കണം. അതാണ് ഓർത്തോഗോണൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2-3 റിസൾട്ടുകളാണ് നെക്സ്റ്റ് നോക്കുന്നത്.